ഹലോ, ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി പുറത്ത് പോകാമെന്ന് വിചാരിച്ച്. ഒരു ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ടാണ് പുറത്ത് പോയത്. ആദ്യം തന്നെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെ ഫുൾ തിരക്കായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പുറത്ത് വന്ന് നിന്ന് കുറേ കഴിഞ്ഞിട്ടാണ് അകത്ത് കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. സെലിബ്രേറ്റ് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് പറയാനുള്ളത് ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. നമ്മൾ സാധാരണ ഇവിടെ വന്നാണ് ഫുഡ് കഴിക്കാറുള്ളത്. ഇവിടെ കിളികളുണ്ട്, പറവകളുണ്ട്, വെള്ളച്ചാട്ടമുണ്ട്. നമ്മളിപ്പോ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ നിൽക്കുന്നത് മയിലാടുതുറയിലാണ്. പക്ഷെ ഏതാ പേര് പറയൂല, പേര് ചൊല്ല മാട്ടേ. അല്ലല്ല, അത് വേണ്ട. പണ്ണ മട്ടന്ന പ്രൊമോഷനക്ക് പൈസ വേണം. പൈസ കൊടുക്കാമോ നമ്മൾ ചൊല്ല മാട്ടേ. പറവ ഇല്ലാമ ഒരു ഹോട്ടൽ. തമിഴ്നാട്ടിലുള്ള ചേട്ടന്മാർ. ഇതിനെ കുറിച്ച് 2 വാക്ക് പറയണേ. കുട്ടു ഈ ഹോട്ടലിനെ പറ്റി 2 വാക്ക്. 2 വാക്ക് പറ. അമ്മ പറഞ്ഞു. തമിഴിലൊക്കെ സംസാരിച്ചു. നല്ല ഹോട്ടല്. ഉന്നെ വെയിറ്റ് പണ്ണ വെക്കേ. നിന്നെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലേ? നല്ല ഹോട്ടലാ, കൊള്ളത്തില്ലെന്ന് പറയടാ. സൂപ്പർ ഹോട്ടൽ. ഇങ്ങനെയില്ല, കേരള മലയാളി സൂപ്പർ ഹോട്ടൽ. எப்படி இருக்கு ஹோட்டல்? நல்ல ஹோட்டல் தான். சொல்ற அளவுக்கு ஒண்ணு இல்ல. என்ன சொல்ற அளவுக்கு ஒண்ணும் இல்ல. சூப்பர் ஹோட்டல், മയിലാടുതുറയിലെ ബെസ്റ്റ് ഹോട്ടൽ. നമ്മളെ കയറിയപ്പോൾ തന്നെ ഇറക്കി വിട്ട ഹോട്ടലാണ്. நான் என்ன பண்ணேன், நான் தான் ஒன்றை இப்போ வந்து சொல்லுவேன். அப்பாவும் தாத்தார்களும் ഡിഷ് വെച്ചോ. നല്ല രസമുണ്ടല്ലേ? അതെ, ഞങ്ങളെല്ലാവരും കൂടി കൊടൈക്കനാൽ പോകാൻ തീരുമാനിച്ച്. അത് പെട്ടെന്ന് എടുത്ത തീരുമാനമാണ്. അങ്ങനെ കൊടൈക്കനാലിൽ പോകാൻ വേണ്ടി റെഡിയായി. വേഗം തന്നെ റെഡിയായി. എന്നിട്ട് കാറിലോട്ട് കയറി കൊടൈക്കനാലിൽ പോകാൻ വേണ്ടി അങ്ങനെ പോവുകയാണ്. വണ്ടി ഓട്ടിക്കുന്നത് ചേച്ചിയാണ് വണ്ടി ഓട്ടിക്കുന്നത്. വേറെ ആർക്കും വണ്ടി ഓട്ടിക്കാൻ അങ്ങനെ അറിയില്ല. അപ്പോൾ അവളാണ് ഫുള്ളായിട്ട് ഓട്ടിച്ചത്. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച്, ഫുഡൊന്നും കഴിക്കാൻ എടുത്തില്ല. എന്തോ ഭയങ്കര ടയേർഡൊക്കെ ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും കാറിൽ കയറി പാട്ടൊക്കെ ഇട്ട് ഒരു ഉച്ച സമയമാണിത്. പോണ വഴിക്ക് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ അറിയാനൊന്നും പറ്റിയില്ല. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. എത്ര ഡ്രസ് ബബിത ബബി? എനിക്കിന്നൊരു പാവാട മേടിക്കണം എന്ന് വിചാരിച്ചിരുന്നു. ഇനിയിപ്പോ പാന്റ് മേടിക്കാം. പാവാട കിട്ടി എവിടെ നിന്നോ, അതുകൊണ്ട് ഇനി പാന്റ് മേടിക്കും. ഞാനൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചില്ല കേട്ടോ. നോക്കുമ്പോ ഇത് എല്ലാം കൊള്ളാം. ഒരു കൂറ സ്ഥലത്താണ് വന്ന് പെട്ടത്. ബാക്കി എല്ലാം സെറ്റായിരുന്നു. കൂറ സ്ഥലമായിപ്പോയി. അപ്പൊ നമുക്ക് പോകാം. നമുക്ക് ഇവിടെ ഇറങ്ങാൻ
അങ്ങനെ ഗുണ കേവും തടാകവും എല്ലാം കണ്ട് ആ തടാകം നല്ല വ്യൂ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു ആ തടാകം. നല്ല ഫോട്ടോയൊക്കെ എടുക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പക്ഷെ ഫോട്ടോയൊന്നും എടുത്തില്ല, കാരണം അവിടെ മഴയായിരുന്നു ആ ഒരു ടൈം. വലുതായിട്ടൊന്നും വീഡിയോസൊന്നും എടുത്തില്ല. എനിക്ക് തോന്നിയതൊക്കെ ഞാൻ എന്തൊക്കെയോ എടുത്ത്, കുറച്ചേ എടുത്തുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ.